ഹായ് നമസ്കാരം. റീഡിഫൈൻ യുവർ ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ചാണ്. ഇത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഹെൽത്ത് സ്റ്റേറ്റസ് ഇപ്പോഴെങ്ങനെയാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. നമ്മളുടെ വെയിറ്റും ഹൈറ്റും വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഹൈറ്റ് ഇപ്പോൾ എത്രയാണ്? അതായത് ഒരു 160 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1.6 മീറ്റർ ആണ്. അതേപോലെ നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ എത്രയാണ്? ഒരു 75 kg ആണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതായത് നിങ്ങൾ ഹൈറ്റിനെ ഒന്ന് സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 75 ആണ് നിങ്ങളുടെ വെയിറ്റ് എങ്കിൽ 75 ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഹൈറ്റ് 1.6 സ്ക്വയർ. ഇതായിരിക്കും നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ്. ഇത് നോർമൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് 18.5 to 24.9 ആണ്. ഓക്കെ, ഇതൊരു നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ഈ 24.9ൽ നിന്ന് 30 വരെ ആണെങ്കിൽ, അല്ലെങ്കിൽ 29.9 വരെ ആണെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റുള്ള ഒരാളാണ്. ഇനി 30+ ആണെങ്കിൽ നിങ്ങൾ ഒബേസിറ്റി കാറ്റഗറിയിലുള്ള ആളാണ്. ഇനി 18.5ലും കുറവാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റുള്ള ഒരാളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആദ്യം ഒരു ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ്. രണ്ടാമത്തെ കാര്യം, ഇതിന് നിങ്ങളുടെ മസിൽ മാസ് കൂടുതലാണെങ്കിൽ ഇതിൽ ചെറിയൊരു വേരിയേഷൻ വരാറുണ്ട്. ഫാറ്റ് മാസ് ആണ് കൂടുതലെങ്കിൽ അതിലൊരു വേരിയേഷൻ വരാറുണ്ട്. ചിലപ്പം നിങ്ങളുടെ ഈ BMI വളരെ നോർമലായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ അബ്ഡോമിനൽ ഫാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ഈ ഒരു ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഹെൽത്തി ആണെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഫാറ്റ് ഡെപ്പോസിഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾ ഒരിക്കലും 100% അതിനെ റിലേ ചെയ്യാൻ പാടില്ല. എങ്കിലും നിങ്ങൾക്കൊരു റഫ് ഐഡിയ കിട്ടും, നിങ്ങൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണോ, നിങ്ങൾ നോർമൽ വെയിറ്റിൽ നിൽക്കുന്ന ഒരാളാണോ എന്നുള്ളത്.